അമേരിക്കയെ നിലയ്ക്ക് നിർത്താൻ ഉത്തര കൊറിയ വരികയാണ്. നേരത്തെ അമേരിക്കയെ ശത്രുപാളയത്തിൽ അല്ലെങ്കിൽ ശത്രുസ്ഥാനത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. ഇപ്പോൾ അമേരിക്ക ഭയപ്പെടണം ഉത്തര കൊറിയയുടെ ചില നീക്കങ്ങൾ കാണുമ്പോൾ. അങ്ങനെ വേണ്ടേ അനുമാനിക്കാൻ? ഈ ഉത്തര കൊറിയയെ കുറിച്ച് നമ്മൾ ഈ പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള പല വാർത്തകളും കേട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഒരു അത്ഭുതകരമായി തോന്നുന്നത് അവിടെ ഒരുപാട് അരക്ഷിതാവസ്ഥയുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ലോകമാധ്യമങ്ങളൊക്കെ പറയുമ്പോഴും ആ രാഷ്ട്രം, അവിടുത്തെ ജനങ്ങൾ അവരുടെ ഭരണാധികാരിയെ സഹർഷം സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഒരു പക്ഷേ അത് അവരുടെ നിർബന്ധാവസ്ഥയായിരിക്കാം. എന്നിരുന്നാലും ആ രാജ്യം അമേരിക്കയെ പോലെയുള്ള വൻ സാമ്പത്തിക രാഷ്ട്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ രാഷ്ട്രം ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ ആശ്ചര്യകരമായ സംഗതിയാണ്. അതിലേറെ ഒരു കൗതുകകരമായ സംഗതിയാണ്. അവർ സൈനികമായിട്ടും വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ളൊരു രാഷ്ട്രമാണ്. ഈ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം ആണവ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഇപ്പോൾ ഈ ഉത്തര കൊറിയയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മറ്റ് രാഷ്ട്രങ്ങളെല്ലാം അവരുടെ ചാര ഉപഗ്രഹങ്ങൾ വെച്ചോ അല്ലെങ്കിൽ അവരുടെ സാറ്റലൈറ്റുകൾ വഴിയോ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഈ ഉത്തര കൊറിയയും ഉത്തര കൊറിയയുടെ ഭരണാധികാരികളും ഒരിക്കലും ആർക്കും പിടികൊടുക്കാത്ത ആൾക്കാരാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ അവരെപ്പോഴും സസൂക്ഷ്മം സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു സംഗതിയാണ്. മറ്റ് രാജ്യങ്ങൾ എന്തൊരു കാര്യം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കിയാലും അതിനെ അങ്ങ് എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ നയം. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ ഒരു നിയന്ത്രണവും അവർ പാലിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ് അവർ ചെയ്യുന്നത്, അവർ ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, അവർ ഞങ്ങൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ഏതെങ്കിലും ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ഉപഗ്രഹങ്ങൾ വഴി സാറ്റലൈറ്റ് ചിത്രങ്ങൾ ശേഖരിച്ച് ഇങ്ങനെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ രാഷ്ട്രങ്ങളും. അപ്പോൾ അത്തരത്തിൽ ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന ഒരു ഏജൻസി, അവരുടെ പേര് സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ്, CSIS എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഇവർ പുറത്തുവിട്ട ഒരു സാറ്റലൈറ്റ് ദൃശ്യം, കുറച്ചു മുമ്പ് ഇതേപോലെ ഒരു സാറ്റലൈറ്റ് ദൃശ്യം വന്നിരുന്നു. ഉത്തര കൊറിയയിൽ ഒരു കപ്പൽ, പുതിയതായിട്ട് ഒരു യുദ്ധക്കപ്പൽ നീറ്റിലിറക്കുന്ന ചടങ്ങിൽ അവിടെ വെച്ച് തന്നെ ആ കപ്പൽ മറിഞ്ഞ് അപകടമുണ്ടായി. അതിൻ്റെ ഒന്നും തെളിവുകളൊന്നും അവർ പുറത്തുവിട്ടില്ല. പക്ഷേ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇപ്പോൾ സമാനമായ ഒരു സാറ്റലൈറ്റ് ദൃശ്യം പുറത്തുവിട്ടിട്ട് ഈ CSIS അവകാശപ്പെടുകയാണ് ഈ ഉത്തര കൊറിയ ചൈനീസ് അതിർത്തിക്ക് സമീപം അവരൊരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അതൊക്കെ സജ്ജീകരിക്കുന്ന ഒരു കേന്ദ്രം പുതിയതായിട്ട് ആരംഭിച്ചു എന്നുള്ളത്. അതുമാത്രമല്ല, ഈ കേന്ദ്രം എന്ന് പറയുന്നത് ചൈനീസ് അതിർത്തിയിൽ നിന്ന് കഷ്ടിച്ച് 27 കിലോമീറ്റർ മാത്രം അകലെയുള്ളൊരു പ്രദേശത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേരും രസകരമാണ്. അതിങ്ങനെയാണ്, സിൻപൊങ്ഡോങ്. രസകരമായ പേരാണ്. അപ്പൊ ഇങ്ങനെ സിൻപൊങ്ഡോങ് എന്നാണ് അതിനിട്ടിരിക്കുന്ന പേര്. അപ്പൊ അത്തരത്തിൽ ഒരു മിസൈൽ സംവിധാനം ചൈനീസ് അതിർത്തിക്ക് സമീപമാണ് സജ്ജീകരിച്ചിരിക്കുന്നതെങ്കിലും പെട്ടെന്ന് നമ്മൾ കരുതും ഇത് ചൈനയെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സംഗതിയാണോ എന്നെങ്കിൽ അല്ല. യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയ്ക്കിട്ടുള്ള പണിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം ഉത്തര കൊറിയ എപ്പോഴും അവരുടെ ആയുധ പദ്ധതികൾ അവർക്ക് എപ്പോഴും ഭീഷണി സൃഷ്ടിക്കുന്ന അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പിന്നെ അവരുടെ സഹോദര രാഷ്ട്രമായ തൊട്ടയൽ രാഷ്ട്രമായ ദക്ഷിണ കൊറിയ, ഇവർ തമ്മിലാണ് എപ്പോഴും കലഹങ്ങളുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ ദക്ഷിണ കൊറിയയ്ക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ പരോക്ഷമായി അമേരിക്കയ്ക്കിട്ടുള്ള പണിയാണ്. ഇപ്പോൾ അതിലും ഏറ്റവും നിർണായകമാകുന്നത് ഉക്രൈൻ റഷ്യ സംഘർഷം നടക്കുകയാണ്. അവിടെ റഷ്യയ്ക്ക് വേണ്ടി പൊരുതുന്നത് നമ്മുടെ ഉത്തര കൊറിയയുടെ സേനയാണ്. 10,000-ഓളം സൈനികർ റഷ്യൻ മണ്ണിലുണ്ട്. ഉത്തര കൊറിയക്കാരായ സൈനികർ ഉക്രൈനെ തോൽപ്പിക്കാൻ വേണ്ടി റഷ്യയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. 10,000-ഓളം. അത് മാത്രം സൈനികർ മാത്രമല്ല, അവർ റോക്കറ്റ് ലോഞ്ചറുകൾ, ചെറിയ മിസൈലുകൾ, ആയുധങ്ങൾ, അങ്ങനെ വെടിക്കോപ്പുകൾ, അങ്ങനെ സകലതും കൊണ്ടുപോയാണ് അവിടെ റഷ്യയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത്. ഈ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന രാജ്യമാണോ ഉത്തര കൊറിയ? ഒരു സമ്പന്ന രാഷ്ട്രമെന്ന് നമുക്ക് ഒരിക്കലും പറയാനൊക്കില്ല. കാര്യം അതിൻ്റെ ചില മേഖലകളൊക്കെ ഒരു വികസിത രാഷ്ട്രത്തിന് സമാനമായ സംഗതികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതായത് അവരുടെ സർക്കാർ മന്ദിരങ്ങൾ അടങ്ങുന്ന നഗരപ്രദേശങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളൊക്കെ വളരെ ഒരു ആധുനിക അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന രാഷ്ട്രങ്ങളുടേതിന് സമാനമാണ്. പക്ഷേ മറ്റു പല മേഖലകളെല്ലാം തന്നെ ഈ സാമാന്യം ദരിദ്ര അവസ്ഥയിലുള്ള പ്രദേശമാണ്. അവർക്ക് പക്ഷേ അവരുടെ ദാരിദ്ര്യത്തെയോ അല്ലെങ്കിൽ അവരുടെ ഇല്ലായ്മകളെയോ അതിൻ്റെ പേരിൽ സർക്കാരിനെ ചോദ്യം ചെയ്യാനൊന്നും അവിടെ നിവൃത്തിയില്ല. ഉള്ളത് കൊണ്ട് കഴിയുക, അതിൽ തൃപ്തി അടയുക എന്നുള്ള നിർബന്ധിത അവസ്ഥയുണ്ട് ഉത്തര കൊറിയയിൽ. ഇത് പാശ്ചാത്യ മാധ്യമങ്ങൾ പടച്ചുവിട്ടുന്ന കഥയാണോ? അവിടെ യഥാർത്ഥത്തിൽ അവിടുത്തെ ജീവിതാവസ്ഥ എന്താണെന്ന് നമുക്ക് നേരിട്ട് പോയി അന്വേഷിക്കാൻ പരിമിതികളുണ്ട്.
ഇത്തരം ചില വാർത്തകളോ അല്ലെങ്കിൽ ഇത്തരം ചില ദൃശ്യങ്ങളോ കണ്ട് വിശ്വസിക്കുക തൽക്കാലം നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ റഷ്യക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഉത്തര കൊറിയൻ സൈനികർ. അപ്പോൾ റഷ്യയുടെ എതിരാളികൾ ആരാണ്? ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? അമേരിക്ക. അപ്പോൾ അമേരിക്കയെ തടഞ്ഞു തോൽപ്പിക്കുക. അത് മാത്രമല്ല, ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കുന്ന മിസൈലാണ്. അപ്പോൾ അവിടുത്തെ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും ഉത്തര കൊറിയയ്ക്ക് തൊടുത്തു വിട്ടാൽ അത് അമേരിക്കയ്ക്കിട്ടുള്ള പണിയാണ്. നമുക്കറിയാം 2003 ഈ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് ഉത്തര കൊറിയ പുറത്തുപോയത്. അത് ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് ഞങ്ങൾ വഴിപ്പെടില്ല എന്ന നിലപാടെടുത്താണ് 2003 അവർ ഈ കരാറിൽ നിന്ന് പിന്നോക്കം പോയി അവർ സ്വന്തമായ ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയി. ഇപ്പോൾ അവർ പ്രഖ്യാപിതമായിട്ട് അവരുടെ കയ്യിൽ 50ഓളം ആറ്റം ബോംബുകൾ ഉണ്ടെന്നാണ് കണക്ക്. അത് മാത്രമല്ല, ഏതാണ്ട് 60-70ഓളം ആണവ പോർമുനകൾ വഹിക്കാവുന്ന തരത്തിലുള്ള ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള മിസൈലുകളാകാം, ഡ്രോണുകളാകാം, വിമാനങ്ങളാകാം. അത്തരത്തിലുള്ള 60-70ഓളം ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, ഇവർ ഒരു വർഷം ഏതാണ്ട് 6-7 ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരായിട്ട് തന്നെ പുറത്തുവിടുന്ന കണക്ക്. പിന്നെ നമ്മുടെ 2006 മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് 6ഓളം ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രമാണ് ഉത്തര കൊറിയ. നമ്മൾ പൊക്രാനിൽ ആകെ 2 പരീക്ഷണങ്ങളെ നടത്തിയിട്ടുള്ളൂ. എന്നിട്ടുണ്ടായ പുകില് നമുക്കറിയാം. അപ്പോൾ ഉത്തര കൊറിയ 2006 ശേഷം ഇങ്ങോട്ട് വലിയ കാലപ്പഴക്കം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് 6 ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് പോലും ഒരു കുഴപ്പവും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് ആ രാഷ്ട്രം. അപ്പോൾ ഓരോ ആണവ പരീക്ഷണം നടത്തുമ്പോൾ അവർക്കെതിരെ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കും. മറ്റ് എന്താ പറയുക, ഭീഷണി സ്വരങ്ങൾ പലയിടത്തുനിന്ന് ഉയരും. പക്ഷെ എന്നിട്ടും അവർക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഒരു നിർണായക കാൽവെപ്പ് നടത്തിയിരുന്നു. മറ്റു ഒരു അമേരിക്കൻ പ്രസിഡന്റുമാരും ധൈര്യപ്പെടാത്ത ഒരു പരിപാടിയാണെന്ന് ട്രംപ് ചെയ്തത്. ഈ കിം ജോങ് ഉന്നുമായിട്ടൊരു ചർച്ചയ്ക്ക് ക്ഷണിച്ചു. നേരിട്ട് ട്രംപ് ആ ചർച്ചയിൽ പങ്കെടുത്തു. ആ ചർച്ച നടന്നത് ഇവിടെ ഉത്തര കൊറിയയിൽ തന്നെയാണ് നടന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ സംഗതി. ധൈര്യമായി ട്രംപ് അവിടെ പോയി ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചകൾക്ക് കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല. ഈ ട്രംപിൻ്റെ ഒരു PR സ്റ്റണ്ടായിട്ട് മാത്രം അത് അവശേഷിച്ചു. ആ ചർച്ചയ്ക്ക് ശേഷം ഈ ഉത്തര കൊറിയ ആണവ നിർവ്യാപന കരാറിലേക്ക് വരും, അവർ ആയുധങ്ങൾ വെച്ച് സകലതും വെച്ച് കീഴടങ്ങും എന്നൊക്കെയാണ് അമേരിക്ക അന്ന് അവകാശപ്പെട്ടത്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ആ ചർച്ച 2 നേതാക്കളും കൈകൊടുത്ത് പിരിഞ്ഞു. കുറച്ച് ഫോട്ടോഷൂട്ടുകളൊക്കെ നടന്നു, അതിൻ്റെ വീഡിയോ ചിത്രീകരണമൊക്കെ ഉണ്ടായി. അതിനപ്പുറം ഒന്നും നടന്നില്ല. ഇപ്പോൾ വരുന്ന മറ്റൊരു സംഗതി, ഉത്തര കൊറിയയുടെ കയ്യിൽ ആണവ ബോംബുകൾ മാത്രമല്ല, അവരുടെ കയ്യിൽ വെളിപ്പെടുത്താത്ത ചില രാസായുധങ്ങളുണ്ട്, ചില ബയോളജിക്കൽ വെപ്പൺ എന്ന് വെച്ചാൽ ജൈവ ആയുധങ്ങൾ. അത് ഏതെങ്കിലും തരത്തിൽ ഈ കൃഷിയെ നശിപ്പിക്കുന്ന തരത്തിൽ, ഏതെങ്കിലും കീടബാധ സൃഷ്ടിക്കുന്ന തരത്തിലൊക്കെ ഉള്ളതാകാം. അപ്പം അത്തരത്തിലുള്ള രഹസ്യ ആയുധങ്ങൾ വരെ കൈവശം വെക്കുന്ന രാഷ്ട്രമാണ് ഉത്തര കൊറിയ. അവർ പുതിയ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാർത്ത മാത്രമാണ് വന്നത്. പക്ഷേ ഇത്തരത്തിൽ ഏതാണ്ട് 15-16 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ കൈകാര്യം ചെയ്യുന്ന സ്റ്റേഷനുകൾ അവർക്കുണ്ട് എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായത് ഇവയൊക്കെ പരസ്പരം ബന്ധിപ്പിച്ച് എതിരാളികളെ ഉന്മൂലനം ചെയ്യാനായിട്ട് അവർക്ക് നിസ്സാരം സാധിക്കും. കാരണം ഉത്തര കൊറിയ ഒന്നും മറച്ചു വെക്കാറില്ല. അവർ ഈ ഇത്തരം മിസൈൽ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ആണവ പരീക്ഷണം നടത്തുമ്പോഴോ അത് പരമാവധി അവർ പ്രചരിപ്പിക്കാറുണ്ട്. അത് കൃത്യമായി ഉദ്ദേശിക്കുന്നത് അമേരിക്കയെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പ് എന്ന നിലയിലാണ്. അപ്പോൾ അവർ ഒരുങ്ങി തന്നെയാണ് ഒരു പുതിയൊരു മിസൈൽ പ്രതിരോധ അല്ലെങ്കിൽ മിസൈൽ വിക്ഷേപണ കേന്ദ്രം സജ്ജമാക്കി വെച്ചേക്കുന്നു. അമേരിക്ക ജാഗ്രത പാലിക്കണം. തീർച്ചയായിട്ടും.